വയനാട് 9ാം ദിനമായി ഇന്ന് തെരച്ചിൽ ഊർജിതമായിരുന്നു. ഒപ്പം പുനരധിവാസം ലക്ഷ്യമാക്കി മന്ത്രിസഭാ ഉപസമിതിയും അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങുന്നു. റേഷൻ കാർഡുകൾ അടക്കം വിതരണം ചെയ്തു തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഇന്നത്തെ സമഗ്ര വിവരമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിജിൻ, എന്തൊക്കെയാണ് ഇന്ന് വയനാട്ടിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ടും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ? ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ തിരച്ചിലുകൾ നാളെ ആരംഭിക്കുകയും ചെയ്യും. പല വിഭാഗങ്ങളായി തിരഞ്ഞുള്ള തിരച്ചിൽ തന്നെയായിരുന്നു ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കയിലും ഒക്കെ നടന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് സംഘം ഒക്കെ അതിന് ഇന്ധനമൊക്കെ നിറച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. രാവിലെ വീണ്ടും അവർ തിരിച്ചെത്തി പല വിഭാഗങ്ങളായി തിരിഞ്ഞ് പല പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തും. ഇന്ന് പ്രധാനമായും ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും നടന്നത് ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിലുകൾ തന്നെയായിരുന്നു. ഒപ്പം തന്നെ മണ്ണും കല്ലുമൊക്കെ മാറ്റി പുഴയ്ക്ക് കൃത്യമായി ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാഴ്ച തന്നെയായിരുന്നു എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത്. മറ്റ് പ്രത്യേകമായി ഈ ചൂരൽമലയിൽ നിന്നോ മുണ്ടക്കയിൽ നിന്നോ മൃതദേഹ ഭാഗങ്ങളോ ഒപ്പം തന്നെ മൃതദേഹമോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ ഭാഗത്തുള്ള ആളുകളുടെ ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒക്കെ റേഷൻ സൗകര്യം ഒരുക്കാനും അത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. റേഷൻ കടകൾ ഒക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ ഒക്കെ ആരംഭിച്ചു. ഇന്ന് 1-2 റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഒപ്പം ഈ ബേലിപ്പാലത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ, കാരണം ബേലിപ്പാലം ഇനിയുള്ള കാലങ്ങളിൽ ഈ മുണ്ടക്കയെയും അതുപോലെ തന്നെ ചൂരൽമലയെയും ബന്ധിപ്പിക്കാൻ ഇനി പുതിയൊരു പാലം ഉണ്ടാകുന്നതുവരെ ആ ബേലിപ്പാലം തന്നെയായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഗാബിയോൺ പാലം നിർമ്മിച്ചുകൊണ്ട് ഈ പാലത്തിന് താഴെയായി ഒരു ഗാബിയോൺ ബ്രിഡ്ജ് നിർമ്മിച്ച് അതിന് ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് പട്ടാളം ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ട് PWD വകുപ്പ് തന്നെ അക്കാര്യത്തിൽ കോൺട്രാക്ട് നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നാളത്തോടുകൂടി അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനം 5 മണിയോട് അടുക്കുന്ന സമയത്ത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഒപ്പം തന്നെ കെ രാജൻ, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ ഈ ചൂരൽമലയിൽ എത്തുകയും ഈ സ്ഥലം സന്ദർശിക്കുകയും കൂടുതൽ ആളുകളുമായി അവരുടെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ അന്വേഷിക്കുകയും ചെയ്തു. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു. സന്നദ്ധ പ്രവർത്തകരുമായൊക്കെ മന്ത്രിമാർ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തിരിച്ചു പോയത്. ഗാബിയോൺ പാലം നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും മന്ത്രിമാർ സന്ദർശിച്ചു. എന്തായാലും തുടർ ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ, ഒപ്പം നേവിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ഭാഗങ്ങളിലേക്ക്, ചാലിയാറിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കുള്ള തിരച്ചിൽ ഒക്കെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഉള്ളിലേക്ക് കടന്നുള്ള പരിശോധനയിലും മൃതദേഹ ഭാഗങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അവിടെ നിന്ന്. എന്തായാലും വരും ദിവസങ്ങളിലും ആ തിരച്ചിൽ കൂടി തുടരാൻ തന്നെയാണ് തീരുമാനം. മറ്റ് സംസ്ഥാന സേനകളുടെയും ഒപ്പം തന്നെ NDRFിൻ്റെയും ഒക്കെ സംഘം ഈ തിരച്ചിൽ നടത്തുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ തന്നെയുള്ള തിരച്ചിൽ തുടരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 7 മണിക്കാകും തിരച്ചിൽ പുനരാരംഭിക്കുക. 2 ഭാഗങ്ങളിലെയും പല സംഘങ്ങളായി തിരിഞ്ഞുള്ള തിരച്ചിൽ തന്നെയാകും ഉണ്ടാവുകയും ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ തിരച്ചിൽ 5 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നാളെ ആ തിരച്ചിലിനായി ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കായി, ക്യാമ്പുകളിലേക്കായി എത്തുന്ന സേനാ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തുകയും ചെയ്യും. ശരി, വിജിനാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെയും മറ്റ് നടപടികളുടെയും വിവരങ്ങൾ നൽകിയത്.